All Kerala Open Chess Championship for the Visually Challenged 2K25. മാന്യമിത്രമേ, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറവും സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവയും കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡും സംയുക്തമായി എറണാകുളം റെക്ക ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഇക്യുബെയിങ് ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടുകൂടി കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ആലുവ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ മെയ് 24-25 ദിവസങ്ങളിൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 110ഓളം ചെസ് പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു. ജൂനിയർ, സീനിയർ, വനിതാ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഴ്ച പരിമിതർക്കും കാഴ്ചയുള്ളവർക്കും ഒരുമിച്ച് മത്സരിക്കാവുന്ന ഒരേയൊരു കായിക ഇനമാണ് ചെസ്. കാഴ്ച പരിമിതരുടെ വിദ്യാഭ്യാസത്തിനും സമഗ്ര പുനരധിവാസത്തിനും വേണ്ടി 1962 മുതൽ പ്രവർത്തിക്കുന്ന കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയാണ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൻ്റെ മാനേജ്മെൻറ്റ്. സൊസൈറ്റിയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് സ്പോർട്സ് അക്കാദമിയും സ്പോർട്സ് ഹോസ്റ്റലും ക്രിക്കറ്റ് ഗ്രൗണ്ടും സ്വന്തമായുണ്ട്. കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള കായിക ഇനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ചെസ് ടൂർണമെന്റിന് സംയുക്ത നേതൃത്വം കേരളത്തിലെ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി 1967 രൂപം നൽകിയ സംസ്ഥാന സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് KFB. ഈ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ അംഗീകാരങ്ങൾ ഈ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതിയുവാക്കളുടെ ക്ഷേമത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമാണ് KFB യൂത്ത് ഫോറം. കേരളത്തിലെ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ചെസ് കളിക്കാരുടെ സംഘടനയാണ് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്. 1990 സ്ഥാപിതമായ ഈ സംഘടന അന്തർദേശീയ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ കണ്ടെത്തുന്നതും അവർക്ക് പരിശീലന സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഈ സംഘടനയാണ്. കാഴ്ച പരിമിതരായ ചെസ് കളിക്കാരിൽ നിന്നും ഇൻ്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർമാരെ വളർത്തുക എന്ന ലക്ഷ്യവും ഈ സംഘടനയ്ക്കുണ്ട്. ശനിയാഴ്ച രാവിലെ 9 ചെസ് മത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ആര്യ സലീം നിർവഹിച്ചു. രാവിലെ 10 മണിക്ക് 1-ാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നു. 1-ാം ദിവസം 4 റൗണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. 2-ാം ദിവസമായ ഞായറാഴ്ച 3 റൗണ്ട് മത്സരങ്ങളാണുള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വിജയികൾക്കുള്ള സമ്മാനദാനവും സമാപന സമ്മേളനവും നടക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. ഈ ടൂർണമെൻറ്റിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കാഴ്ച വെല്ലുവിളികൾ നേരിടുന്നവർ ചെസ് മനോഹരമായി കളിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെസ്സിൻ്റെ നിയമങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കളിക്കുന്ന ചെസ് ബോർഡിലും കരുക്കളിലും കാഴ്ച പരിമിതരായവർക്ക് സ്പർശിച്ചറിയാവുന്ന വിധത്തിൽ അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ വരുത്തിയിട്ടുണ്ട്. കറുത്ത കളങ്ങളും വെളുത്ത കളങ്ങളും തിരിച്ചറിയാൻ സ്പർശിച്ചറിയാവുന്ന വിധത്തിൽ കറുത്ത കളം ഉയർന്നു നിൽക്കുന്നു. അതുപോലെ വെളുത്ത കരുക്കളും കറുത്ത കരുക്കളും സ്പർശിച്ച് തിരിച്ചറിയുവാൻ കറുത്ത കരുക്കളുടെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. അറിഞ്ഞ് കരുക്കളുടെ സ്ഥാനം മനസ്സിലാക്കുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കുവാൻ ഓരോ ലെഗും ഓരോ കരുക്കളിലും ഉണ്ടാകും. ഇത് ഉറപ്പിച്ചു നിർത്താൻ ഓരോ കളങ്ങളിലും ഒരു ദ്വാരവും ഉണ്ടാകും. ഈ കളി പരിശീലിക്കുന്നതിലൂടെ ഏകാഗ്രത, ചിന്താശേഷി, പ്രശ്നപരിഹരണം, ആസൂത്രണം, മത്സരബുദ്ധി എന്നീ ശേഷികൾ ആർജിക്കുവാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര ഫിഡെ റേറ്റിംഗ് ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്ന കാഴ്ചാപരിമിതരായ ചെസ് കളിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സന്തോഷവും ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇൻ്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർമാരെ സൃഷ്ടിക്കുക എന്നതാണ് ഈ ടൂർണമെൻറ്റുകളുടെ പ്രധാന ലക്ഷ്യം. മികച്ച ജീവിത സാമ്പത്തിക സുരക്ഷിതത്വവും ഈ ചെസ് കളിക്കാർക്ക് ഉറപ്പുവരുത്തണം. ചെസ് കളിക്കാർക്ക് മികച്ച ജീവിതാവസ്ഥ ഉറപ്പുവരുത്തുവാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം. ഈ ടൂർണമെൻറ്റിൽ വിജയിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും മികച്ച വേതനം ഉറപ്പുവരുത്തണം. സംസ്ഥാന വിജയികൾക്ക് സർക്കാർ ജോലി നൽകണം എന്നീ ആവശ്യങ്ങൾ സംയുക്ത സംഘാടക സമിതിക്ക് വേണ്ടി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് മാനേജർ
TJ ജോൺ, KFB യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ് B, കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് VS എന്നിവർ ആവശ്യപ്പെട്ടു. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ചെസ് കളിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്, KCFB. അതെ, KCFB. അവർ ഈയടുത്തൊരു ടൂർണമെന്റും നടത്തി. നമുക്ക് കിട്ടിയ ലേഖനത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ എന്താണ് ഈ സംഘടന, അവരുടെ പ്രത്യേകതകൾ, പിന്നെ ഈ ടൂർണമെന്റ്, അതൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഇതിലൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അല്ലേ? തീർച്ചയായും. 1990 തുടങ്ങിയ ഒരു സംഘടനയാണിത്. ഇവര് കേരള ടീമിനെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുകയും പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ. അതിലൊരു പ്രധാന കാര്യം, ഈ സംഘടനയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധേയമാണ്. ഓ, അതെന്താണ്? അതായത് കാഴ്ച പരിമിതിയുള്ള കളിക്കാർക്കിടയിൽ നിന്ന് ഇന്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർമാരെ വളർത്തിയെടുക്കുക. അതാണ് ലക്ഷ്യം. ഗ്രാൻഡ് മാസ്റ്റർമാരെയോ? കൊള്ളാം. അതെ, ചെസ്സിലെ ഏറ്റവും ഉയർന്ന ടൈറ്റിലുകളിൽ ഒന്നാണല്ലോ അത്. അപ്പോൾ അങ്ങനൊരു ലക്ഷ്യം വെക്കുന്നത് തന്നെ അതൊരു ചെറിയ കാര്യമല്ല. ശരിയാണ്. അതൊരു വലിയ സ്വപ്നം തന്നെ. കാഴ്ച പരിമിതിയെ മറികടന്ന് ചെസ്സിലെ ആ ഒരു ടോപ്പ് ലെവലിൽ എത്താൻ സഹായിക്കുക എന്നത് അത് വലിയ പ്രചോദനമാണ്. തീർച്ചയായും. വെറുമൊരു കളി എന്നതിനപ്പുറം അത് നൽകുന്നൊരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ശരിയാണ്. അപ്പോ ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ട് വേണം ഈ ടൂർണമെന്റുകളെയൊക്കെ കാണാൻ. ഈയടുത്ത് നടന്ന ടൂർണമെന്റ് തന്നെ നോക്കൂ. വളരെ ചിട്ടയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതെ അതെ. ആ ലേഖനത്തിൽ അതിന്റെ ടൈം ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സിനിമാ താരം ആര്യ സലീമാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ രാവിലെ 10 മണിക്ക് തന്നെ ആദ്യത്തെ റൗണ്ട് തുടങ്ങി. ഓ, പെട്ടെന്ന് തന്നെ. അതെ. ശനിയാഴ്ച മൊത്തം 4 റൗണ്ടുകൾ, പിന്നെ ഞായറാഴ്ച 3 റൗണ്ടുകൾ. അങ്ങനെയാണ് മത്സരങ്ങൾ പ്ലാൻ ചെയ്തത്. ശരി ശരി. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സമ്മാനദാനം. അതോടെ കഴിഞ്ഞു. അപ്പൊ ഇതൊരു ഷെഡ്യൂള് മാത്രമല്ല, ഈ സംഘടന എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. വളരെ ശരിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ടൂർണമെന്റ് ഒരു മത്സരവേദി മാത്രമല്ലല്ലോ. അല്ല. ഈ രംഗത്ത് പുതിയ കഴിവുകളുള്ള ആളുകളെ കണ്ടെത്താനും ഇപ്പോഴുള്ള കളിക്കാർക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെയുള്ള ഒരു ഇടം കൂടിയാണിത്. ശരിയാണ്. ഒരുപക്ഷേ ദേശീയ ടീമിലേക്കും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന് ഇത്തരം ടൂർണമെന്റുകളിലെ പ്രകടനം ഒരു ഘടകമായിരിക്കാം. അപ്പോ KCFB വെറുതെ കളിക്കാരെ തെരഞ്ഞെടുക്കു മാത്രമല്ല, അവർക്ക് വേണ്ട പരിശീലനവും പിന്തുണയും ഒക്കെ നൽകി അവരെ വളർത്തിയെടുക്കാനും ശ്രമിക്കുന്നുണ്ടല്ലേ? അതെ, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1990 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു അനുഭവ പരിചയം